ഹാപ്പി വിഷു മമ്മി. സോ ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു പായസം ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് പായസമാണ് അതെല്ലാം മമ്മി പറഞ്ഞു തരും. സോ മമ്മി തുടങ്ങിക്കോ. എന്ത് പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഷുവിന്? ഓക്കെ ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഇട്ടു. ഇനി നമ്മൾ ഓക്കെ, സോ ഇത് നമ്മൾ ഓക്കെ, സോ നമ്മൾ ഒരു അല്പം നെയ്യ് എടുത്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ചെറുപയർ പരിപ്പ് ഓക്കെ ഒരു കപ്പ് ചെറുപയർ അല്ലേ? ഓക്കെ ഓക്കെ. മീൻവെയിൽ നമ്മൾ ഇത് എന്തൊക്കെയാണ് എടുത്ത് വെച്ചേക്കണേന്നൊന്ന് കാണിക്കാമോ? നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് വേവിച്ച് വെച്ചേക്കണം. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് ചേർക്കാനുള്ളതാണ്. ഇത് വറുത്തിടാനുള്ളത്. ഓക്കെ, തേങ്ങാക്കുത്ത്, കാഷ്യൂ ആൻഡ് ശർക്കരപ്പാനി. ശർക്കരപ്പാനി നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചേക്കാണ്. പിന്നെ പഴം അവസാനം കഴിക്കാൻ, കൂട്ടത്തിൽ കഴിക്കാൻ അല്ലേ? പഴവും പപ്പടവും. ഓക്കെ, പായസം ആവുന്ന ടൈം കൊണ്ട്, പരിപ്പ് വരുന്ന സമയം കൊണ്ട് ഇത് വറുത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നിലും എണ്ണ യൂസ് ചെയ്യണ്ട, ഫുൾ എല്ലാം നെയ്യിലാണല്ലേ? ചെയ്യില്ല. ഓക്കെ, എന്നെ പോലത്തെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. കഴിച്ചിട്ടേ ഉള്ളൂ. അതെ അതെ. ആ ഓക്കെ മമ്മി. ഓക്കെ, ആ നെയ്യ് ആയോ? ആയോ? ചൂടാവട്ടെ. ഇനി എന്റെ ഫോണിൽ കൂടെ നോക്കിയിട്ട് ഹായ് മമ്മി എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഒരാള് മമ്മിയുടെ കടുത്ത് കയറി വന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് തേങ്ങാക്കൊത്ത് ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ ആൻഡ് കിസ്മിസ് ആണ് ഇടാനുള്ളത്. കാഷ്യൂ ഇറക്കാം. കാഷ്യൂ ഇറക്കാം. ഓക്കെ, അത് വേണം നമുക്ക്. കാഷ്യൂ കഴിട്ടോ. നന്നായി വെന്തിട്ടുണ്ട് അല്ലേ? ഉരുളിയിലേക്ക് മാറ്റാം. ഉരുളി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെയില്ല, നമ്മളൊരു വലിയൊരു നോൺ സ്റ്റിക്കിലേക്ക്. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ, ഇത് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഈ സൂചി ഗോതമ്പ് ഇടുന്നത്. ഇത് മമ്മിയുടെ ട്രിക്കല്ലേ? ആണോ? ഞാൻ പായസത്തിലൊന്നും സൂചി ഗോതമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു ഞാൻ കണ്ടിട്ടില്ല. ഒരു വെറൈറ്റി ആണ്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കുന്ന പറയണേ. ഓക്കെ, ഈ സാഗു വന്നിട്ട് ഇതുപോലെയാണോ മമ്മി? സാഗു ഇത് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഇടുന്നത്? ആ, അപ്പം ഇൻഗ്രീഡിയൻസ് ഞങ്ങളെല്ലാം കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി ഓരോന്നോരോന്നായി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിക്കും. ഓക്കെ, എൻ്റെ ശർക്കരപ്പാനീൻ്റെ അളവൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഓക്കെ, ഉരുക്കിയതാട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയണം. 3/4 കിലോ നമ്മൾ ഉരുക്കി അരിച്ചെടുത്തേക്കാണ്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ കളർ വരാനുള്ള കാര്യം അല്ലേ? നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ പായസം നല്ലപോലെ കറുത്തിരിക്കുക. ശർക്കരയ്ക്ക് ചിലപ്പോൾ വൈറ്റ് കളർ ആയിരിക്കും. ആ, വൈറ്റ് കളർ ശർക്കര മീൻസ് ബ്രൗണിഷ് വരും. ഒത്തിരി നല്ല കറുപ്പുണ്ടാവില്ല ചില സമയത്ത് വരില്ല, ചില സീസണിൽ. അപ്പോൾ പായസം എങ്ങനെയാണെങ്കിലും നല്ല ബ്ലാക്ക് വരില്ല. ഓക്കെ, അങ്ങനെ ഒരു കുഴപ്പം. ഇത് കുറച്ച് നേരം തിളച്ചണം, വറ്റണം.
കുറുകി വന്നേ. ഓക്കെ, നമുക്ക് രണ്ടാം പാൽ വെക്കാം. ആദ്യം നമ്മൾ രണ്ടാം പാൽ വയ്ക്കുന്നു അല്ലേ? മമ്മി ഇതിന് ഏലക്കപ്പൊടി ഇടണോ? ഏലക്കപ്പൊടി ഇടണം. ആ ഓക്കെ. ഏലക്കപ്പൊടി, ജീരകം പൊടിച്ച് വറുത്ത് പൊടിച്ച്, പിന്നെ ചുക്കുപൊടി ഇടും. പക്ഷേ ചുക്കുപൊടി ഇല്ലാത്തതാണ് ഞാൻ ഇടുന്നില്ല. കാരണം ചുക്കുപൊടി ഇടുന്നത് ദഹനക്കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുക്കുപൊടി ഇടുന്നത്. ഉണങ്ങിയ സാധനമാണല്ലോ ചുക്ക്. അത് വളരെ നല്ലതാണ്, നല്ല ഡൈജഷൻ അല്ല. ഒരു പാലട കളറായല്ലോ. പാലടക്ക് ഇത്ര വൈറ്റ് കളർ, ചില പാലടക്ക് കളർ വരും. ശരി, നന്നായിട്ട് കാരമലൈസ് ചെയ്തിട്ട്. മമ്മിയുടെ ഡ്രസ്സ് ഒന്ന് കാണിക്കും എല്ലാവരെയും. സെറ്റ് മുണ്ടാണ്, നല്ല വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതിപ്പോൾ ഇവിടെ നിന്ന് കാറ്റൊക്കെ അടിച്ച് പക്ഷെ നല്ല രസമുണ്ട്. വന്നു ഇതിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല പാൽ വെക്കുവാണേ. ഒന്നാം പാലല്ലേ? ഇഷ്ടമുള്ള പായസമായി. അതെ, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് വന്നു. ഈ തിള വന്നാൽ മതിയേ. ലാസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടു. ആൻഡ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ വറുത്ത വെച്ച എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസും ഇട്ട് ഓൾ റെഡി. സോ പായസം ഇസ് നൗ റെഡി ടു സെർവ്. യമ്മിയാണോ? Do you want that? Okay. എന്നാ കറി എടുത്തോ. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ തവണത്തെ വിഷു സ്പെഷ്യൽ. സോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരു ഹാപ്പി വിഷു നേരുന്നു. സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.